ബോച്ചേപ്പൂട്ടി ഞങ്ങളുടെ LLPയുടെ ജ്വല്ലറിയുടെ ഒരു ഓഫീസ് അടഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഫോട്ടോ എടുത്ത് വന്നിട്ട് ഇപ്പോഴല്ല, കുറച്ച് വർഷം മുമ്പുള്ളതാണ്. അത് ഫോട്ടോ എടുത്തിട്ട് ചെമ്മണ്ണൂർ ജ്വല്ലറി അടച്ചു കിടക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം. എന്താ സത്യത്തില്? ഞങ്ങൾ ജ്വല്ലറി തുടങ്ങിയപ്പോൾ ജ്വല്ലറിക്ക് വേണ്ടി അതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഓഫീസ് പൂട്ടി. ജ്വല്ലറി തുടങ്ങിയപ്പോൾ ആ ഓഫീസിന്റെ പ്രവർത്തനം ജ്വല്ലറിയുടെ അകത്തേക്ക് ആണ്. അത് ഇനി വീണ്ടും വെറുതെ വാടക കൊടുത്തിരുന്ന ഒരു ഓഫീസ്. അപ്പൊ അത് പോയി ഫോട്ടോ എടുത്തിട്ട് ബോച്ചേപ്പൂട്ടി എന്ന് പറയാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ മറ്റൊരു രസകരമായ സംഭവം, ഇവര് മാനന്തവാടിയില് എന്റെ LLP മരതക കമ്പനി അന്വേഷിച്ചു പോയി, കാണാനില്ല. അവിടെ കണ്ടത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സാ കണ്ടത്. മരതക കമ്പനി അവിടെ കാണാനില്ല, പൂട്ടിപ്പോയി. മരതകം കമ്പനി തന്നെയാണ്, അതിന്റെ ബ്രാൻഡാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മരതകം എന്ന് ആരെങ്കിലും എഴുതി വെക്കുമോ? അതിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ കട കയറി ഒരു ഇച്ചിരി സ്വർണം വാങ്ങിയെങ്കിൽ ആ ബില്ലില് GST കാണാം മരതകം LLP കമ്പനി, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ബ്രാൻഡ്. ഇതാണ് വെക്കുക. ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പോഴേക്കും മരതക കമ്പനി കാണാനില്ല. എന്റെ ഒരു ജ്വല്ലറി, ഒരു ബ്രാഞ്ചിന്റെ സെയിൽസ് ആണ് ഈ പറയുന്ന 66.3 മറ്റോ കോടി രൂപ. അത് ശരിയാണ്. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിയമപ്രകാരം നോക്കിയാൽ ശരിയാ, ഒരു ബ്രാഞ്ചിന്റെ ആണ്, വിവരാവകാശ പ്രകാരമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു, നല്ല ഉദ്ദേശമാണെങ്കിൽ ഇത് ഒരു ബ്രാഞ്ചിന്റെ ആണ് എന്നെടുത്ത് പറയണമായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ സ്വർണ്ണ കച്ചവടത്തിലുള്ള ആകെയുള്ള സെയിൽസ് ആണ് 66.3 എന്ന് പറഞ്ഞ് തെറ്റി. അതിപ്പോ നോക്കി 7000 കോടി രൂപയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലും കാണാവുന്നതല്ലേ. അവിടെയാണ് ഇത് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ, കൊട്ടേഷനാണോ, വൈറലാവാൻ വേണ്ടിയാണോ, അത് കാണുന്ന ഇവർ പറയാം. GST അടച്ചതിന്റെ ഏറ്റവും ടോപ്പായിട്ട് നന്നായി GST പ്രോംപ്റ്റ് ആയിട്ട് അടച്ചതിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന ഈ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ ഇതൊക്കെ രേഖാമൂലം ആണ് സംസാരിക്കുന്നത്. 162 വർഷം വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ 4ാം തലമുറക്കാരനാണ്. ഞാൻ 90-ലാണ് എന്റേതായ ഒരു കച്ചവടം തുടങ്ങുന്നത്. ഇന്ന് വരെ ഈ 35 വർഷമായിട്ട് ഇതിനൊരു കളങ്കം വരുത്തിയിട്ടില്ല. ഒരാൾക്ക് പോലും, ഒരു ഇൻവെസ്റ്റർക്കോ ഷെയർ ഹോൾഡർക്കോ 1 രൂപ കിട്ടാണ്ടെന്ന് ഒരു പരാതി ഇന്ന് വരെ ഇല്ല. അങ്ങനെയുള്ള ഒരു ബ്രാൻഡിനെ ചുമ്മാ ഒറ്റയടിക്ക് അങ്ങോട്ട് ഡാമേജ് ആക്കാൻ ശ്രമിക്കാൻ എത്ര ആയിരം കോടി രൂപ സ്പെൻഡ് ചെയ്ത് എത്ര വർഷം കാത്തിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇതൊക്കെ. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്ന പോലെയാണ്. നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, അതെടുത്ത് അങ്ങോട്ട് കുത്തുക, ആരെ കുറിച്ച് എന്തും പറയാ. അതിന്റെയൊക്കെ ബാഡ് എഫക്റ്റ് എന്താ ചിന്തിക്കണ്ടേ? നിങ്ങളും ബിസിനസ്സാണ്, ഓക്കെ, നിങ്ങളും വളരാൻ വേണ്ടിയാണ്. ആരെങ്കിലുമൊക്കെ ചവിട്ടി കയറിയിട്ട് നിങ്ങൾക്കും വലുതാവണം. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ലിമിറ്റ് ഇല്ലേ? ഇറ്റ് ഈസ് ടു മച്ച്.